ഇപ്പോൾ വളരെയേറെ പ്രതിസന്ധി ഉള്ള ഒരു സമയമാണത്. ഇപ്പോൾ കടലിലെ മണൽ ഖനനം ചെയ്യുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികൾ നിരവധി പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പോകും. അതുകൊണ്ട് തന്നെ അവർ സമരത്തിലേക്ക് പോവുകയാണ്. അവരുടെ പ്രതിസന്ധികൾ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? അതിന്റെ തീരത്തെ ആകെ കേരളത്തെ ഒരുപക്ഷെ കേരളമാകെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മൾ നേരിടാൻ പോകുന്നത്. കൊല്ലം പരപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിന്റെ മത്സ്യ പ്രജനന അല്ലെങ്കിൽ മത്സ്യ ഉൽപാദന മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അനേകം വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഈ ജൈവ വ്യവസ്ഥ ഈ പ്രക്രിയയിലൂടെ, ഖനന പ്രക്രിയയിലൂടെ താറുമാറാകുകയും മത്സ്യത്തിന്റെ പ്രജനനത്തിനുള്ള സാധ്യതകൾ അത് ദുർബലമാകുകയും മത്സ്യ സമ്പത്തിനെ നഷ്ടമാക്കാനായിട്ട് ഈ കൊല്ലം പരപ്പിനെ നാമാവശേഷമാക്കുന്നത് വഴി, നശിപ്പിക്കുന്നത് വഴി സാധിക്കുമെന്നതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. അത് ഒരുപക്ഷെ കൊല്ലം തീരത്തെ മത്സ്യ ഉൽപാദനത്തെ മാത്രമല്ല ബാധിക്കുന്നത്, കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഈ ഇതിന്റെ പ്രതിസന്ധി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഒരു സീസൺ ആരംഭിക്കുന്നത് തന്നെ വാസ്തവത്തിൽ മത്സ്യത്തൊഴിലാളികൾ കൊല്ലം പരപ്പിലേക്ക് കടന്നു വന്നിട്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഒരു വർഷത്തിലെ മത്സ്യബന്ധന സീസൺ ആരംഭിക്കുന്നത് തന്നെ. അത് കൊല്ലം പരപ്പ് എന്ന് പറയുന്ന ഈ മത്സ്യ പ്രജനന കേന്ദ്രം നശിപ്പിക്കുന്നത് വഴി ഉണ്ടാവുന്ന ഗുരുതരമായ പാരിസ്ഥിതിക വിനാശം അത് മറികടക്കാനായിട്ട് ഇനിയും അനേകം ദശവർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നത് വളരെ പ്രസക്തമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഖനി മന്ത്രാലയം ഇത്തരത്തിൽ ഈ കൊല്ലം പരപ്പ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ കൊല്ലം ഭാഗത്തെ ഈ 3 ബ്ലോക്കുകൾ ലേലം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുൻപായി യഥാർത്ഥത്തിൽ ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് അറിവില്ല. ഈ ഖനനം നടത്തുമ്പോൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക നാശത്തെപ്പറ്റി ഏതെങ്കിലും വിധത്തിൽ കണക്കുകൂട്ടിയതായിട്ട് നമുക്ക് രേഖകളൊന്നും ലഭ്യമല്ല. അത്തരത്തിൽ ഏതെങ്കിലും പഠനം നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാനും പാടില്ല. വാസ്തവത്തിൽ ബ്ലൂ എക്കോണമിയുടെ ഡോക്യുമെന്റിൽ തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിലെ പരിവേഷണങ്ങൾ നടത്തുമ്പോൾ, ഇത്തരത്തിലെ ഖനനം നടത്താൻ തീരുമാനിക്കുമ്പോൾ അതിന് മുന്നോടിയായി ആ ഖനനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ പഠിക്കുന്നതിനായി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന് ഇതിന്റെ രേഖ, വാസ്തവത്തിൽ ബ്ലൂ എക്കോണമിയുടെ നയരേഖ തന്നെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങളൊന്നും നടത്തിയതായിട്ട് നമുക്ക് അറിവില്ല. അപ്പൊ ഇതെങ്ങനെ പരിഹരിക്കും എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ കയ്യിൽ വാസ്തവത്തിൽ ഒരു മറുപടി ഇല്ല. ഇത് തീരുമാനിക്കപ്പെടേണ്ടത് കേന്ദ്രമാണ്. കാരണം 2023 നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്തിട്ട് ഈ കോണ്ടിനെന്റൽ ഷെൽഫിലുള്ള, അതായത് കടലിനടിയിലുള്ള ഭാഗത്തെ അവകാശം മുഴുവനും ഏകപക്ഷീയമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്വന്തമാക്കുകയുണ്ടായി. അപ്പൊ നമുക്കറിയാം, കേരളത്തിന്റെ പരിധിയിൽ വരുന്ന 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടൽ പോലും അതിന്റെ അടിത്തട്ടിന്റെ അവകാശം, അതായത് അവിടെ ഖനനം ചെയ്യാനുള്ള അവകാശം ഏകപക്ഷീയമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമ ഭേദഗതിയിലൂടെ സ്വന്തമാക്കിയുണ്ടായി. അപ്പൊ കേരളത്തിന് പരിമിതമായ ഒരു ഇടപെടൽ മാത്രമേ ഇപ്പോൾ ഇവിടെ സാധ്യമാവുന്നുള്ളൂ. കേരളത്തിന് പ്രതിഷേധിക്കാം, തീർച്ചയായിട്ടും നിയമസഭ പ്രമേയം അവതരിപ്പിച്ചിട്ട് പ്രതിഷേധം അറിയിക്കാം. അതൊക്കെ വളരെ ദുർബലമായ ഇടപെടലുകൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. കേന്ദ്രം ഗവൺമെന്റ് ഇതിൽ നിന്നും പിൻവാങ്ങാതെ ഈ തീർച്ചയായും ശ്രീ ജോസഫ് ജോർജ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ വനമേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിരന്തരം പ്രശ്നങ്ങളാണ്, അറിയാലോ, വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഒരു വന നിയമം അവിടെയുണ്ട്. പക്ഷേ നമുക്ക് തീരദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കടൽ നിയമമുണ്ടോ? തീരദേശത്തേക്ക് വന്നാൽ നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന മത്സ്യമേഖലയിലെ സംഘടനകളും മത്സ്യത്തൊഴിലാളികളും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വന നിയമം എന്നതുപോലെ ഒരു കടൽ നിയമം, അതായത് കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് അതിന്റെ പ്രാഥമികമായ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക്. കാരണം കടലിനെ ആശ്രയിച്ച് പരമ്പരാഗതമായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അവർക്ക് അതിന് പ്രാഥമികമായ അവകാശം ലഭ്യമാകുന്ന കടൽ നിയമം വേണം എന്നുള്ളത് നമ്മുടെ മത്സ്യത്തൊഴിലാളി സംഘടനകളും നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ നിയമം ഉണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ അതിനെ മറികടക്കുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുന്നു എന്നുള്ളത് നമ്മളെ വളരെ ആശങ്കപ്പെടുത്തുന്നു. കാരണം നമുക്കറിയാലോ, നമ്മുടെ ഗവൺമെന്റുകൾ വാസ്തവത്തിൽ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്, ഗവൺമെന്റിന്റെ നിയന്ത്രണം വാസ്തവത്തിൽ കുത്തക മുതലാളിത്ത ഏജൻസികൾ
അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം. കൈയടക്കുന്നു എന്നുള്ളത്, കോർപ്പറേറ്റുകൾ അവർ കൈയടക്കുന്നു എന്നുള്ളത് ഒരു വ്യാപകമായ അല്ലെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പൊ വാസ്തവത്തിൽ ഈ പരിവേഷണം ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കൊല്ലത്ത് നമുക്കറിയാം, കൊല്ലം പരപ്പിൽ നിന്നും 242 സ്ക്വയർ കിലോമീറ്ററിൽ നിന്ന് 300-ലധികം ദശലക്ഷം ടൺ മണൽ, കൺസ്ട്രക്ഷൻ സാൻഡ് ഖനനം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഇപ്പോൾ ഉള്ള പ്രപ്പോസൽ. അപ്പൊ അതില് അതിന്റെ ടെൻഡർ ക്ലോസിൽ ഒരു രസകരമായ ഒരു അഡീഷൻ ക്ലോസ് എന്ന് പറയുന്നത്, ഈ മണൽ ഖനനം ചെയ്യാനായിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനി ലേലത്തിനെടുത്തു. അതിൽ ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വില കൂടിയ ഒരു മിനറൽ അവിടെ നിന്ന് കിട്ടിയെന്നിരിക്കട്ടെ. അങ്ങനെ ആ വില കൂടിയ ധാതു കിട്ടുമ്പോൾ ഏതാണോ ടെൻഡർ എമൗണ്ട് അതിന്റെ 10% അഡീഷണൽ നൽകിയാൽ ഈ ധാതു ആ ടെൻഡർ ഉടമയ്ക്ക് സ്വന്തമാകുന്നു. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ കൊല്ലം ധാരാളം ധാതുക്കൾ അവിടെ നിന്ന് കരിമണൽ ഖനനം പോലുള്ള കാര്യങ്ങൾ വരികയും അവിടെ നിന്ന് ധാതുക്കൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ വില കൂടിയ ധാതുക്കൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഫലത്തിൽ ഈ മണൽ എന്ന് പറയുന്നത് ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയും അവിടുത്തെ മെയിൻ പ്രോഡക്റ്റ് മറ്റേതെങ്കിലും മിനറലായിട്ട് മാറുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ മണലിന്റെ വില നൽകി ഈ ധാതുക്കൾ സ്വന്തമാക്കാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് സാധിക്കും എന്നത് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ പല വിധത്തിൽ കേരളത്തിന്റെ ഈ തീരത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യുകയും അത് ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ മറികടക്കാനായിട്ട് യാതൊരു വഴിയും നിർദ്ദേശിക്കാത്ത വളരെ പ്രാകൃതമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് വേണം നമുക്ക് നിരീക്ഷിക്കാൻ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ഖനനം നടക്കുകയാണെങ്കിൽ ചെറുമീനുകളടക്കം, ഇപ്പോൾ നത്തോലി പോലുള്ള ചെറുമീനുകളടക്കം ധാരാളം മീനുകളുള്ള ഒരു സ്ഥലമാണ് ഈ പരപ്പ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള മീനുകളെല്ലാം ഇല്ലാതാവുന്നു. അതോടുകൂടി നമ്മുടെ തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതാവുന്നു. ഇവർക്ക് സർക്കാർ എന്താണ് ചെയ്തു കൊടുക്കുക? അവർ പട്ടിണി ആയിക്കോട്ടെ എന്നുള്ളതാണോ സർക്കാരുകളുടെ തീരുമാനം? ഞാൻ നേരെ സൂചിപ്പിച്ചു, കേരള ഗവൺമെന്റ് വാസ്തവത്തില് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം നിയമനിർമ്മാണം നടക്കുമ്പോൾ ഇവിടെ 2023 നിയമനിർമ്മാണം നടക്കുന്നു. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിലാണെങ്കിലും കേരള ഗവൺമെന്റിലാണെങ്കിലും നിയമനിർമ്മാണ പ്രക്രിയയെ വളരെ ലാഘവത്തോടെ നമ്മുടെ ജനപ്രതിനിധികൾ കാണുന്നു എന്നതുകൂടെ നമ്മൾ ഈ സംഭവത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം ഒരു നിയമം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ നിയമനിർമ്മാണ പ്രക്രിയയിൽ തങ്ങൾ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനാണ് നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. 2023 ഈ നിയമം അംഗീകരിക്കുമ്പോൾ ഇതെല്ലാം പല നിയമങ്ങളും നമ്മൾ അടുത്ത കാലത്തുണ്ടായ നിയമനിർമ്മാണ പ്രക്രിയ മുഴുവൻ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ശബ്ദമുയർത്താൻ ജനപ്രതിനിധികൾ ദയനീയമായി പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കാൻ കാരണം 2023 ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അന്ന് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിരന്തരം വാക്കൌട്ട് നടത്തുന്ന ഒരു ഘട്ടത്തിൽ അതിനിടയിലാണ് ഈ നിയമം കൊണ്ടുവരികയും കേവലം 19 മിനിറ്റ് കൊണ്ട് വളരെ സുപ്രധാനപ്പെട്ട ഈ നിയമം പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ ചർച്ചകളിൽ പങ്കെടുത്തത് കേവലം 2 പ്രതിനിധികൾ മാത്രമാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ നോക്കി, വളരെ സുപ്രധാനപ്പെട്ട ഒരു നിയമം, ഇന്ത്യയുടെ പാരിസ്ഥിതിക വിനാശത്തിന് കാരണമായേക്കാവുന്ന ഒരു നിയമം, ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം നഷ്ടമാക്കാൻ സാധ്യതയുള്ള ഒരു നിയമം പാർലമെന്റ് അംഗീകരിക്കുന്നത് കേവലം 19 മിനിറ്റ് കൊണ്ട് 2 എംപിമാരാണ് അതിൽ ഇന്റർവീൻ ചെയ്ത് സംസാരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതേപോലുള്ള നമുക്ക് സമീപകാലത്ത് നിയമനിർമ്മാണ പ്രക്രിയ മുഴുവൻ പരിശോധിച്ചാൽ ഇത് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ പ്രതീക്ഷകളെ, ജനങ്ങളുടെ അഭിപ്രായത്തെ ആരാണ് പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കുന്നത് എന്ന വളരെ പ്രസക്തമായ ചോദ്യം ഇതിന്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടെ ഈ വേദിയിൽ നമ്മൾ ഈ സമയത്ത് നമ്മൾ അത് ഓർമ്മിക്കുക. അത് വളരെ ഗൗരവമായിട്ട് കാണണം. അപ്പൊ ആരും ചോദിക്കാനില്ലാതെ, ആരും പറയാനില്ലാതെ, ആരും തടയാനില്ലാതെ, ആരും പ്രതിരോധിക്കാനില്ലാതെ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ സൃഷ്ടിക്കുന്നു, ചട്ടങ്ങൾ സൃഷ്ടിക്കുന്നു, അവ അവർക്കനുകൂലമായി നടപ്പിലാക്കപ്പെടുന്നു. അതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു, അവരുടെ ഉപജീവനം നഷ്ടപ്പെടുന്നു. ഇത് എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ പ്രശ്നത്തിൽ കേരള ഗവൺമെന്റ് അവരുടെ പരിമിതിക്കുള്ളിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അതിന്റെ വിഷയങ്ങളെ പറ്റി നമ്മൾ ഗൗരവത്തിൽ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്കറിയാം, ഈ കടൽ മണൽ ഖനനം ചെയ്താൽ
അതിന് സലൈനിറ്റി, ഉപ്പ്, ലവണാംശം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ലവണാംശം മാറ്റിയാൽ മാത്രമേ നമുക്കത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. അത് സാധാരണ ഒരു 3 പ്രാവശ്യം അത് നല്ല വെള്ളത്തിൽ, ശുദ്ധമായ ജലത്തിൽ വാഷ് ചെയ്താൽ, കഴുകിയാൽ അതിന്റെ ലവണാംശം നഷ്ടപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനവർ ചെയ്യാൻ പോകുന്നത്, ഇതിന് കരയിൽ കുറെ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ആ കരയിൽ കൊണ്ടുവന്ന് ഖനനം ചെയ്ത മണ്ണ് നിക്ഷേപിക്കുകയും അത് ഒരു വർഷക്കാലം, ഒരു മഴക്കാലം മുഴുവനും കഴുകാനായി, അത് കാരണം അതിന് സാധ്യതയുള്ളൂ, കഴുകാൻ ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ കരഭൂമി വാസ്തവത്തിൽ കേരളത്തിന്റെ അധീനതയിലാണ്. കേരള സർക്കാരിന്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ അനുവാദമില്ലാതെ ആർക്കും ആ കരഭൂമി വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുമോ എന്നുള്ളത് കേരള ഗവൺമെന്റും കേരള സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം. കാരണം അത് ഈ പ്രോസസ്സ് നടക്കുന്ന ഘട്ടത്തിൽ മുഴുവനും ആ പ്രദേശത്താകെ, കാരണം കടലിൽ നിന്ന് വാരുന്ന ചെളി അടക്കമാണ് ഇവിടെ ഈ സ്ഥലത്ത് നിക്ഷേപിക്കാൻ പോകുന്നത്. അത് ഉളവാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അത് ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കും. അവിടെ കേരള സർക്കാരിന് ഇടപെടാൻ കഴിയുമെന്നാണ് സാമാന്യമായ ഒരു നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.